ഇത്രയും തോനെ കുഞ്ഞുങ്ങളെ ഉള്ളിൽ അമർത്തി കിടക്കാൻ കേട്ടോ അമ്മ കോഴി. കണ്ടു നോക്കിയാണ് എത്ര തോനെ കുഞ്ഞുങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് കണ്ടാൽ തോന്നുന്നു. ഇതിലെ ഒക്കെ നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് കേട്ടോ. എല്ലാ കളറിലും ഉണ്ട്. നേക്കഡ് ഉണ്ട്, ലൈനേജിൽ നേക്കഡായിട്ട് വരുന്നുണ്ട്. നേക്കഡ് തന്നെ നല്ല അടിപൊളി കളറുണ്ട് കേട്ടോ, വെറൈറ്റി കളറുണ്ട്. അതൊക്കെ വലുതായി കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ട് വരും. ഇതുപോലുള്ള നല്ല നല്ല സെറ്റുകളാണ് നമ്മളെന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ഇന്നലെ മഞ്ചേരിയിലേക്ക് പോയതാണ് കേട്ടോ. മഞ്ചേരി എത്തിയാണ് ഒരു ഇവിടെ വന്ന് കൊണ്ടുപോയതാണ്. ഇതുപോലുള്ള സെറ്റുകൾ ആദ്യം 2-3 ആഴ്ച മുന്നേ ഓർഡർ ചെയ്താണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആയാലും വീഡിയോ ഇട്ടെടുത്ത്. അപ്പോൾ ഓക്കെ ആണെങ്കിൽ ഒരു പെട്ടെന്ന് തന്നെ വന്ന് കൊണ്ടുപോയതാണ്. ആരായാലും അങ്ങനെയാണ് ചെയ്യൽ. ചില ആൾക്കാർ പിന്നെ വീഡിയോ ഇട്ടെടുത്താൽ പറ്റിയിട്ടുണ്ടാവില്ല. പറ്റിയില്ലെങ്കിൽ അത് പറയില്ല ഓക്കെ ആണോ അല്ല എന്നുള്ളതൊന്നും. വേണ്ടെങ്കിൽ ഇത് വേണ്ട അടുത്തത് നോക്കാമെന്ന് പറഞ്ഞ പ്രശ്നം കഴിഞ്ഞ് നമുക്ക് അപ്പം തന്നെ അടുത്താക്കി വിട്ടുകൊടുക്കാം. ആൾക്കാർ കുറേ ആളുകൾ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അത് ഓക്കെ അല്ല ഒന്നും ഉണ്ടാകുന്ന കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. പിന്നെ നമ്മൾ വേണോ വേണ്ടേ എന്നുള്ളത് വേണോ വെച്ചാണ്ട് ഇങ്ങനെ വെയിറ്റിൽ നടക്കില്ല. നമ്മളൊരു കുറച്ച് സമയം കാത്തിക്കും. റിപ്ലൈ ഒന്നും ഇല്ലെങ്കിൽ വേഗം അടുത്താക്കി വിടും. അപ്പോഴത്തേന് ആൾക്കാർ ഓക്കെ ആയി കൊണ്ടുപോയിട്ടുണ്ടാവും. കാരണം ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒറിജിനൽ നാടനാണ്, അടയിരിക്കുന്നത് തന്നെയാണ്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അടയിരിക്കുന്ന മാത്രമേ നമ്മൾ ഇവിടുന്ന് കൊടുക്കലുള്ളൂ കേട്ടോ. പ്രത്യേകം പറയണത് എന്താ വെച്ചാൽ എല്ലാവരും ഒന്നും വീഡിയോ ഫുള്ള് കേൾക്കണില്ല. അപ്പോൾ നമ്മളിങ്ങനെ വീണ്ടും പറയാണ്. അപ്പോൾ അപ്പോഴെങ്കിൽ കേൾക്കണവർ കേട്ടോട്ടെ എന്ന് വിചാരിച്ച് പറയാണ്. കുറച്ച് ആൾക്കാരുണ്ടാവും ഫുള്ള് കാണുന്നവർ. അപ്പോൾ കാണുന്നവരൊക്കെ അഭിപ്രായമൊക്കെ അറിയിക്കുക, ഒരു ലൈക്കും കമൻറ്റൊക്കെ തരിക, എന്നാലേ നമുക്ക് സപ്പോർട്ട് കിട്ടുള്ളൂ. കണ്ടില്ലേ, വിരിഞ്ഞ് 2 ദിവസമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് അമ്മക്കോഴി കുഞ്ഞുങ്ങളായിട്ട് ഇങ്ങനെ ഒതുക്കി പോണത്. ഈ ബോക്സിലാണ് അടയിരുന്ന് വിരിഞ്ഞത്. നല്ല ഉഷാറാണ് കേട്ടോ. ഞങ്ങൾ വീഡിയോ കാണുമ്പോൾ അതിനെ തരുമോ വെച്ചിട്ട് കാര്യമില്ല. കമൻറ്റിൽ ഇങ്ങനെ തരുമോ വെച്ചാൽ ഇതുണ്ടോയെന്ന് ചോദിക്കും. അപ്പോൾ അത് ആദ്യം പോയിട്ടുണ്ടാവും സംഗതി. കാരണം ആദ്യത്തെ ഓർഡറിൽ ഇങ്ങനെ കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് സെറ്റാക്കി വെക്കുക. അപ്പോൾ നമ്മളായാൽ വീഡിയോ വിട്ടുതരും. അത് ഓക്കെ ആണെങ്കിൽ GPay ചെയ്യുക, പിറ്റേന്ന് തന്നെ നമ്മൾ അയച്ചും തരും. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ എത്തിക്കുന്നുണ്ട്. ഹൈവേയിൽ കേട്ടോ. ഡെലിവറി വാൻ പോകുന്ന റൂട്ടിൽ എല്ലായിടത്തും ഇറക്കി കൊടുക്കുന്നുണ്ട്. 300 രൂപയാണ് ചാർജ് വരുന്നത്. സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകരയാണ്. തൃശ്ശൂരല്ല, കോഴിക്കോട് മലപ്പുറം ബോർഡറാണ് രാമനാട്ടുകര. ഞാനൊക്കെ അവിടെ വന്നെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുകയും ചെയ്യാം. എവിടുന്ന് വന്നാലും കുഴപ്പമൊന്നുമില്ല. വന്നെടുത്താൽ ഡെലിവറി ചാർജ് കുറയും. പിന്നെ ചില ആളുകൾ ഫാം കാണാൻ പറ്റുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വരേണ്ടതാണെന്നിട്ട് കാണാൻ വരാൻ തന്നെ പറയാം. കാണാൻ ഒന്നും പ്രശ്നമില്ല. ഇവിടെ എത്തിയിട്ട് വിളിക്കരുതെന്നുള്ളൂ. അത് തന്നെ വിളിച്ചാണ്ട് തീരുമാനമാക്കണം. കാരണം ചിലപ്പോൾ നമ്മൾ പണിയിലോ തിരക്കിലോ അവിടെ ഇല്ലാത്ത സമയത്തൊക്കെയാണ് നിങ്ങൾ വരണമെങ്കിൽ കാണാൻ പറ്റില്ല. ഇവിടെ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഒന്നും പ്രശ്നമില്ല, കാണാം. അതായത് ചിലർ സ്വന്തമായിട്ട് തുടങ്ങാനുള്ള ഏർപ്പാടിനൊക്കെ നമ്മൾ ഷെഡ് എങ്ങനെ നമ്മളെ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരാനുള്ളവരാണ് വിളിക്കൽ. അപ്പോൾ വന്നിട്ട് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല എന്നുള്ളതിൽ പല ഐഡിയകളും പറഞ്ഞ് വിളിക്കുന്നവരുണ്ട്. അതൊന്നും പ്രശ്നമില്ല. ഞങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്തത് എല്ലാ സപ്പോർട്ടും നമ്മളടുത്ത് ഉണ്ടാവും. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞുതരും ചെയ്യും. കുറേ ആൾക്കാരുണ്ട് കേട്ടോ നമ്മളോട് ചോദിക്കുന്നവരും അതേമാതിരി ഷെഡ് ഉണ്ടാക്കി ചെയ്യുന്നവർ, ഇപ്പോഴും ഷെഡ് ഉണ്ടാക്കുന്നവരുണ്ട്, പണി നടന്നുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ട്. എല്ലാവരും സപ്പോർട്ട് നമ്മൾ എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. വേണ്ടിയൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം 7 വർഷമായിട്ട് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ആദ്യം നോക്കേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്താൽ സെയിൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ഉറപ്പ് വരുത്തേണ്ടത്. ഉണ്ടാക്കാൻ എങ്ങനെയും കറക്റ്റായിട്ട് ചെയ്താൽ അത്യാവശ്യം ഉണ്ടായി കിട്ടും. അവിടെ ഇരിക്കുന്ന നാടൻ കോഴിയാകുമ്പോൾ എല്ലാ പ്രശ്നങ്ങളൊന്നും വരില്ല. പക്ഷെ നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ്. സെയിലിങ് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കുറേ ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമില്ല. കാരണം എന്തെങ്കിലും കാലാവസ്ഥൻ്റെ എന്താ പ്രശ്നങ്ങൾ വന്നാൽ ഒരുപാട് നഷ്ടം വരും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എത്രയും പെട്ടെന്ന് മുടക്കിയത് വേഗം മുതലാക്കി എടുക്കുക. അവിടെ ഇരിക്കുന്ന നാടൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന സാധനമാണ്. പല ഭാഗങ്ങളിലും തീരെ ഇല്ലാത്ത ഏരിയകളുണ്ട്. നമ്മൾ വിളിക്കുന്നവർ കൂടുതലും അങ്ങനെയാണ് പറയുന്നത്. ആ ഭാഗത്ത് തീരെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ എല്ലായിടത്തും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് കുറച്ച് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഹൈവേയിൽ വന്ന് വാങ്ങേണ്ടി വരും. 300 രൂപ ഡെലിവറി ചാർജ് കൊടുത്താലും ഇപ്പോൾ കോട്ടയം ഭാഗത്തൊക്കെ, ഇടുക്കി ജില്ലയിലുള്ളവരൊക്കെ കോട്ടയം ആ ഭാഗത്തു നിന്നാണ് എടുക്കുന്നത്. അടൂർ, പന്തളം, ചെങ്ങന്നൂർ ആ ഭാഗത്തൊക്കെ നമ്മൾ കൊടുത്തത്.
അവിടെയൊക്കെ ഇടുക്കി ഭാഗത്തുള്ളവരൊക്കെ അവിടുന്ന് വന്ന് വാങ്ങുക. എത്ര കിലോമീറ്റർ ഓടിയിട്ടാണ് ഈ ഡെലിവറി ചാർജ് കൊടുത്തിട്ട് വാങ്ങുന്നത്. അപ്പോൾ ഹൈവേയിൽ എവിടെ എത്തിച്ചു കൊടുക്കും. രാത്രിയാവും കോട്ടയം ഭാഗത്തൊക്കെ എത്തുന്നത് കേട്ടോ. അപ്പോൾ അന്നേരമൊക്കെ എടുക്കാൻ പറ്റുന്ന മാത്രം വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. ഓക്കെ, കണ്ടില്ലേ കുഞ്ഞുങ്ങൾ നല്ല അടിപൊളിയാണ്, നല്ല വെറൈറ്റി കളറുകളാണ്. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വലുതാക്കി എടുക്കാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല ഉഷാർ അടിപൊളി കുഞ്ഞുങ്ങൾ അമ്മ കോഴിയായിട്ട് കിട്ടും. ഇതിൽ പിന്നെ എല്ലാം മിക്സായിട്ടാണ് വരിക കേട്ടോ. പൂവനും പെടയും എല്ലാം ഉണ്ടാവും. അപ്പോൾ പെട മാത്രം വേണമെന്ന് പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഹാച്ചറിയിൽ ചെയ്യുന്നതിൽ നമുക്കിതിൽ തിരിഞ്ഞെടുക്കാൻ കഴിയില്ല. കാരണം വിരിഞ്ഞ ഉടനുള്ള കുഞ്ഞുങ്ങളാണ്. വിരിഞ്ഞ് 1 മാസമായ കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മൾ ഓരോ ബാച്ചായിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ 1 മാസമായ കുഞ്ഞുങ്ങൾ ഒരു ബാച്ചിൽ എത്ര 10-12 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതങ്ങനെയാണ് കൊടുക്കുക. അതിൽ പിന്നെ പെട മാത്രം തരുമോ എന്ന് വെച്ചാൽ വിളിക്കുന്നുണ്ട്. പെടയും പൂവനും വേറെ വേറെ ചോദിക്കുന്നവരുണ്ട്. കൂടുതലും പെട ചോദിച്ചിട്ടാണ് വിളിക്കൽ. നമ്മൾ ഒരു സെറ്റായിട്ടാണ് കൊടുക്കുക. അങ്ങനെ കൊടുക്കാനുള്ളൂ. കാരണം ചിലർക്ക് 5 വേണ്ടിയാലുണ്ട്. പക്ഷെ 5 എല്ലാവർക്കും ഒന്നും മതിയാവില്ല. ചിലർ 5 ഡെലിവറി ചാർജും കുഴപ്പമില്ലായിരുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും അതിൻ്റെ ബാക്കി എടുത്തോളണമെന്നില്ല. കാരണം 300 രൂപ ഡെലിവറി ചാർജ് കൊടുക്കുമ്പോൾ 1 മാസമായ കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു ബോക്സിൽ എത്ര മാക്സിമം അത് കൊള്ളിക്കാനാണ് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. ഓക്കെ.